തൃശൂർ ചാലക്കുടിയിൽ ഒരു തീപിടുത്തം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. നോർത്ത് ചാലക്കുടിയിലെ പെയിന്റ് കടയുടെ ഗോഡൌണിനാണ് തീപിടിച്ചത്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. സാനു കെ സജീവ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സാനു, ഇതിനടുത്ത് തന്നെ ഒരു ഗ്യാസ് ഗോഡൌണും ഉണ്ട് എന്നൊക്കെ വിവരങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ അപകടകരമായ ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു. തീ എത്രത്തോളം ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നോർത്ത് ചാലക്കുടിയിലെ പെയിന്റ് ഗോഡൌണ് തീ പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഒരു ഭാഗത്ത് നിന്ന് തീ കത്തിപ്പടരുന്ന ആ ഗോഡൌൺ പൂർണ്ണമായും കത്തി അമരുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവിടെ കാര്യങ്ങൾ നീങ്ങുകയാണ്. നിരവധി യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിലും ഈ പെയിന്റിന് തീ പിടിച്ചതിനാൽ, അതായത് വളരെ വേഗത്തിൽ കത്തിപ്പടരാൻ സാധ്യതയുള്ള വസ്തുവാണ് പെയിന്റ്. അതുകൊണ്ട് തന്നെ പെയിന്റിന് തീ പിടിച്ചതിനാൽ അത് നിയന്ത്രണ വിധേയമാക്കാനായിട്ട് ഫയർഫോഴ്സ് പെടാപ്പാട് പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചാലക്കുടിയിലെ നഗരമധ്യത്തിലാണ് ഈ ഒരു വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ ഏറ്റവും വലിയ ആശങ്കയായി മാറുന്നത് ഇതിന് തൊട്ട് സമീപത്തൊരു ഗ്യാസ് സൂക്ഷിക്കുന്ന ഒരു ഗോഡൌൺ കൂടിയുണ്ട്, ഒരു ഗ്യാസ് പ്ലാന്റ് ഉണ്ടെന്നുള്ളൊരു വിവരം കൂടെ പുറത്തു വരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി തന്നെയാണ് ഈ അഗ്നിരക്ഷാസേനയുടെ പ്രവർത്തനം നടക്കുന്നത്. അതേപോലെ തന്നെ അഗ്നിരക്ഷാസേനയുടെയും നാട്ടുകാരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ തീയണയ്ക്കാനുള്ള തീവ്ര ശ്രമം ചാലക്കുടിയിൽ തുടരുകയാണ്. അതുപോലെ തന്നെ ഈ നഗരമധ്യത്തിലാണ് ഈ വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. തൊട്ട് സമീപത്ത് നിരവധി വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. ഇവിടേക്കും തീ പടരുന്നു എന്നുള്ളൊരു ആശങ്കപ്പെടുത്തുന്ന വിവരം കൂടെ നമുക്ക് പങ്കുവയ്ക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടേക്ക് എത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. അതേപോലെ തന്നെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും നാട്ടുകാരും ഈ തീ അണയ്ക്കുന്നതിന് പങ്കാളിയായിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന പെയിന്റുകൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഈ ഗോഡൌൺ അടക്കം കത്തി അമരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വീണ, സാനു, അവിടെ അടുത്തടുത്ത് തന്നെ വലിയ ജനക്കൂട്ടമുള്ള മേഖല തന്നെയാണ്. അതായത് വീടുകളും കടകളും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ കൂടുതലിടത്തേക്ക് തീ പടരാതിരിക്കാനുള്ള വഴി കൂടിയാണ് നോക്കേണ്ടത്. അതേസമയം ആശങ്കയാവുന്നത് ഇതിന് എത്ര അടുത്തേക്ക് ഈ ഫയർ എഞ്ചിനുകൾക്ക് എത്തിച്ചേരാൻ കഴിയും? തീർച്ചയായിട്ടും ഇവിടുത്തെ ഏറ്റവും വലിയ ആശങ്കയായി മാറുന്നത് തൊട്ട് സമീപത്തുള്ള ഒരു ഗ്യാസ് ഗോഡൌണും അതേപോലെ തന്നെ ഈ തീപിടുത്തമുണ്ടായ അഗ്നിബാധയുണ്ടായ പെയിന്റ് ഗോഡൌണിന് സമീപമുള്ള വ്യാപാര സ്ഥാപനങ്ങളുമാണ്. എന്തായാലും നിലവിൽ ഈ ഗോഡൌണിന് സമീപത്തെ ചില വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് തീ പടരുന്നു എന്നുള്ളൊരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി, വളരെ ജാഗ്രതയോടുകൂടിയാണ് ഈ അഗ്നിരക്ഷാസേനയുടെ പ്രവർത്തനം ഇപ്പൊ നടക്കുന്നത്. അതായത് ഈ തീ മറ്റ് പ്രദേശങ്ങളിലേക്ക് പടരാതിരിക്കാൻ, അല്ലെങ്കിൽ തൊട്ട് സമീപത്തുള്ള ഗ്യാസ് പ്ലാന്റിലേക്ക് പടരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി വലിയ കരുതലോടുകൂടി തന്നെയാണ് അവിടെ പ്രവർത്തനം പോകുന്നത്. ഇതിനോടകം തന്നെ ആ പ്രദേശത്തെ വൈദ്യുതി ബന്ധം അടക്കം വിച്ഛേദിച്ചുകൊണ്ടുള്ളൊരു പ്രവർത്തനമാണ് ഇപ്പം അഗ്നിരക്ഷാ സേനയുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകളുള്ള സ്ഥലമാണ്, വലിയ തിരക്കുള്ള ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ നിരവധി വ്യാപാര സമുച്ചയങ്ങളൊക്കെ തൊട്ട് സമീപത്തുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷെ അവിടെ ഈ ഗതാഗതം നിയന്ത്രിക്കുന്നൊന്നും കാണുന്നില്ലല്ലോ. റോഡിൽ ഇപ്പോഴും വാഹനങ്ങൾ കാണുന്നുണ്ട്. അത് വലിയ ആശങ്കയാകുന്നു. കാരണം പെയിന്റ് ആണ്, വളരെ പെട്ടെന്ന് തന്നെ കത്തിപ്പിടിക്കാനുള്ള സാധ്യത കൂടുതലായി ഉണ്ട്. നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്ന, അതായത് ഈ സമീപത്ത് ആദ്യമൊക്കെ വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നിലവിൽ വാഹന ഗതാഗതം അവിടേക്ക് ഭാഗികമായിട്ടെങ്കിലും തടഞ്ഞിട്ടുണ്ട്. അതായത് അടിയന്തര സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടേക്ക് വരാനുള്ള ഫയർഫോഴ്സ് വാഹനങ്ങൾക്കും ഒപ്പം പോലീസിന്റെയും ആംബുലൻസ് ഒക്കെ കടന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഗതാഗത നിയന്ത്രണം ഇപ്പൊ സ്ഥലത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ നിയന്ത്രണ വിധേയമാക്കാനായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്നതെന്നാണ് അഗ്നിരക്ഷാസേന പറയുന്നത്. അതേപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലേക്ക് പടരാതിരിക്കാൻ, ഈ പെയിന്റ് ഗോഡൌണിൽ നിന്നും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പടരാതിരിക്കുന്നതിനുള്ള എല്ലാ മുൻകരുതലും സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് അഗ്നിരക്ഷാ സേനയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വീണ, ശരി, സാനു വിവരങ്ങൾ നൽകുകയായിരുന്നു. നമുക്ക് നോക്കാം ഈ തീ ഇങ്ങനെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമോ, എത്ര പെട്ടെന്ന് എന്നുള്ളത്. കാരണം തൊട്ടടുത്തെല്ലാം ഉള്ള ജനവാസ മേഖല, വീടുകളും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത് ആശങ്കയാണ്. മാത്രമല്ല വലിയ ഗതാഗതമുള്ളൊരു റോഡ് സൈഡിൽ കൂടിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഏതായാലും ശ്രമം തുടരുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്ന് കരുതാം.